മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കോൺഗ്രസ് വിഭാവനം ചെയ്ത ഭവന പദ്ധതി അനിശ്ചിതത്വത്തിൽ. തറക്കല്ലിട്ട് ആഴ്ചകൾ പിന്നിട്ടിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാത്തത് പുനരധിവാസം കാത്തിരിക്കുന്ന കുടുംബങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്. 6 മാസത്തിനുള്ളിൽ വീട് കൈമാറുമെന്ന വാഗ്ദാനം വെറും പ്രഖ്യാപനമായി അവശേഷിക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് കോൺഗ്രസ് വിഭാവനം ചെയ്ത വീടുകൾ നിർമ്മിക്കേണ്ട ഭൂമിയിലാണ്. ഏകദേശം ഒരു 5 ഏക്കറോളം വരുന്ന ഒരു ഭൂമിയാണ് ഇവിടെയുള്ളത്. ഇവിടെ ആദ്യഘട്ടത്തിൽ 50ഓളം വീടുകൾ നിർമ്മിക്കുമെന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. അതിൻ്റെ മുന്നോടിയായി തന്നെ ഇതിനുള്ളൊരു തറക്കല്ലിടൽ 2026 ഫെബ്രുവരി 26-ാം തീയതി മുൻ MP-യും ഇപ്പോഴത്തെ ലോകസഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ഇപ്പോഴത്തെ MP-യായ പ്രിയങ്ക ഗാന്ധിയും ആണ് ഇവിടെ വന്ന് അത് തറക്കല്ലിട്ടത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ ദേശീയ നേതാക്കളും ഒക്കെ ഇവിടെ എത്തിയിരുന്നു. അന്ന് പറഞ്ഞിരുന്നത് ഈ വീട് 6 മാസത്തിനുള്ളിൽ 50ഓളം ആളുകൾക്ക് ഇവിടെ വീട് നിർമ്മിച്ച് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഈ തറക്കല്ലിട്ടതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവിടെ പണി ആരംഭിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അന്ന് നമ്മൾ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെയാണ്. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലം ആണ് ഇവിടെ വരുന്നത്. ഇവിടെയാണ് ആദ്യഘട്ടത്തിൽ വീട് നിർമ്മിക്കുന്നത് പറഞ്ഞത്. 50 വീടുകളാണ് ആദ്യഘട്ടത്തിൽ നിർമ്മിച്ച് 6 മാസത്തിനുള്ളിൽ ഗുണഭോക്താക്കൾക്ക് നൽകുക എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഒരു പണിയും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയിക്കേണ്ടത്. കാരണം ഇതോടൊപ്പം തന്നെ നമുക്കറിയാം സർക്കാരിൻ്റെ വീടുകൾ ഏകദേശം 178ഓളം വീടുകൾ സർക്കാർ കൊടുത്തു. അതുപോലെ തന്നെ ലീഗിൻ്റെ വീടുകളും ഏതാണ്ട് 50-നടുത്ത് വീടുകൾ കൈമാറി കഴിഞ്ഞു. ബാക്കി വീടുകൾക്കുള്ള പണികൾ നടക്കുകയാണ്. സർക്കാരിൻ്റെതും ഏതാണ്ട് 100-300ഓളം വീടുകൾ ഇനിയും നിർമ്മിക്കേണ്ടതുണ്ട്. അതിൻ്റെയും പണി ദ്രുതഗതിയിൽ നടക്കുമ്പോഴും ഇവിടെ യാതൊരു തരത്തിലുള്ള ജോലിയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കുറച്ച് മെറ്റലും മണലും ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതെല്ലാം ആ ഉദ്ഘാടന ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളാണ്. അല്ലാതെ അന്ന് തറക്കല്ലിട്ടു എന്നുള്ള ഇതല്ലാതെ മറ്റ് പണികളൊന്നും തുടങ്ങിയിട്ടില്ല. എന്നാൽ നമ്മൾ അന്വേഷിച്ചപ്പോൾ കുറേ പേപ്പർ വർക്കുകൾ നടക്കാനുണ്ട്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ 6 മാസം കൊണ്ട് വീട് പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്കറിയാം ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ ചുരുങ്ങിയത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വീടുകൾക്ക് ഒരു 6 മാസമെങ്കിലും വേണമെങ്കിൽ മാത്രമേ ഉറപ്പുള്ള വീടുകൾ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇനി വരുന്നത് ഇലക്ഷനാണ്. ഇലക്ഷനൊക്കെ ഇടയ്ക്ക് ഈ വീടുകളുടെ പണി എത്രത്തോളം ആകും എന്നുള്ളത് നമുക്കറിയില്ല. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ സർക്കാർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ആളുകളാണ് അല്ലെങ്കിൽ സർക്കാർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾക്കാണ് ഇവിടെ വീട് നൽകുന്നതെന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഗുണഭോക്താക്കൾ ഈ വീടിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. 1-2-3 ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു. അവരിപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവർ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവർക്ക് താല്പര്യമില്ല. പക്ഷേ അവരൊരു ആശങ്കയിലാണ് അവർക്ക് വീട് ലഭിക്കുമോ എന്നുള്ളത്. തീർച്ചയായും ഇവിടെ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് 8 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റ് 1100 സ്ക്വയർ ഫീറ്റ് വീടും അതോടൊപ്പം തന്നെ 3 ബെഡ്റൂമുകളുള്ള മനോഹരമായ ഒരു വീടാണ് അവരുടെ പ്ലാനിങ്ങിലുള്ളത്. പക്ഷേ ഈ പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പണി തീരാത്തതുകൊണ്ട് അല്ലെങ്കിൽ പണി തുടങ്ങാത്തതുകൊണ്ട് തീരുകയല്ല പണി തുടങ്ങാത്തതുകൊണ്ട് തന്നെ ഒരു ചെറിയ ആശങ്ക ഈ ഗുണഭോക്താക്കൾക്കുണ്ട്. എന്തായാലും ഈ ഒരു സ്ഥലത്താണ് ഏതാണ്ട് 50ഓളം വീടുകൾ നിർമ്മിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ബാക്കിയുള്ള വീടുകൾ തൊട്ടടുത്ത ഒരു പ്ലോട്ടാണ് കണ്ടിട്ടുള്ളത്. ഏതാണ്ട് 10 ഏക്കറയിലാണ് ഈ വീടുകൾ രണ്ടും വരിക എന്നൊക്കെയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ വീടുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീടുകൾ കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം പറയുമ്പോൾ തന്നെ ഈ ഗുണഭോക്താക്കൾ അത് ലഭിക്കാനും എത്രയും പെട്ടെന്ന് അവർക്ക് അതിലേക്ക് കയറിക്കൂടാനുമുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ അവർക്കുണ്ട്. ഒരുപാട് വിമർശനങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം ഇന്ന് ചെറിയ രീതിയിൽ ഒരു പണി നടക്കുന്നുണ്ട് ഇവിടെ. കാരണം ഇവിടെ അതിർത്തികൾ നിർണ്ണയിച്ച് അവിടെ ഒരു മറവ് കെട്ടുന്നതിന് വേണ്ടിയാണ് അതിർത്തിയുള്ള കാലുകളെല്ലാം ഇന്ന് തൊട്ട് ഇവിടെ കുഴിച്ചിടുന്നുണ്ട്. ഒരു പക്ഷേ ഇത് പണിയുടെ ഒരു തുടക്കമാണെന്ന് നമുക്ക് വിശ്വസിക്കാം. എന്തായാലും ഈ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന ഈ വീട് കോൺഗ്രസ് നൽകുമെന്ന് തന്നെയാണ് നമ്മളും വിശ്വസിക്കുന്നത്. എത്രയും പെട്ടെന്ന് ആ വീടുകളുടെ പണികൾ തീർത്ത് അവർക്ക് അത് നൽകണമെന്ന് തന്നെയാണ് നമ്മളുടെ ആവശ്യം. കുന്നംപറ്റയിൽ നിന്നും ജയരാജ് ബത്തേരി, ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.